ഹലോ, ഇന്ന് ഞാനൊരു കണ്ണൂർ കോക്ടെയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓതന്റിക് ആയിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ കേട്ടോ, നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പപ്പായ ഉണ്ടായിരുന്നു, കുറച്ച് ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ അതിൻ്റെ ഫ്ലേവർ എന്നൊക്കെ വരുന്നത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഇതാ പപ്പായ ഞാൻ കുറച്ച് കട്ടാക്കിയിട്ട്, നല്ല പഴുത്ത പപ്പായ കേട്ടോ, അത് കുറച്ച് കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. അതുണ്ട്. പിന്നെ ഇത് ക്യാരറ്റ് ഇത്ര മതി കേട്ടോ. ഇത്ര പപ്പായക്ക് നമുക്ക് ഇത്ര ക്യാരറ്റ് എടുത്താൽ മതി. അത് ഞാൻ നല്ല ബോയിലാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്യാരറ്റ്, പിന്നെ അതിലേക്ക് കുറച്ച് പപ്പായ കേട്ടോ, നല്ലപോലെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. പിന്നെ പാല് വേണം കേട്ടോ. ഞാൻ ഈ ടോണ്ട് മിൽക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് എടുക്കാം, പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല. ഞാൻ ടോണ്ട് മിൽക്ക് ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലും പപ്പായയും പിന്നെ കുറച്ച് ക്യാരറ്റ് പുഴുങ്ങിയതും കൂടി അടിച്ചിട്ടാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി നല്ല മധുരമുണ്ട് പപ്പായ. അപ്പോൾ ഞാൻ പഞ്ചസാര എന്തിനാണ് വെറുതെ ആഡ് ചെയ്യുന്നത് വെച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ഇതിൽ യൂസ് ചെയ്യുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഐസ്ക്രീം, വാനില ഐസ്ക്രീം. ബട്ട് അത് എൻ്റെ അടുത്തില്ല കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് അമൂലിൻ്റെ ഫ്രഷ് ക്രീം എൻ്റെ അടുത്തുണ്ട്. അതും പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ഡ്രോപ്സ് വാനില എസൻസ്, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 2 ഡ്രോപ്പ് വാനില എസൻസ് ഈ സെയിം മിക്സിയിലെ ജാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ. കുറച്ച് ഫ്രഷ് ക്രീം അതിലേക്കൊരു 2 ഡ്രോപ്സ് വാനില എസൻസ് കേട്ടോ. മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഫ്രഷ് ക്രീമും വാനില എസൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 90% ഓഫ് വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ആണോ ഉള്ളത്, അതേപോലെ തന്നെ ഈ പോമഗ്രാനൈറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ അങ്ങോട്ട് ആഡ് ആക്കി കൊടുക്കും. എൻ്റെ കയ്യിൽ പോമഗ്രാനൈറ്റ് ഉണ്ട്, അത് ഞാൻ ഇത്ര കൂടെ ആഡ് ആക്കി. പിന്നെ അത് ബദാം കട്ട് ചെയ്തതാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബദാം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തണുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അതെന്തായി എന്ന് നോക്കാം കേട്ടോ.